Abrotanum common name is southernwood and it is from Compositae family. For constitution, marasmus of children with a marked emaciation especially of legs. Okay, marasmus of children with a marked emaciation especially of legs. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ലെഗ്സിൽ ഇമാസിയേഷൻ വരുന്ന വേറെ കുറച്ച് റെമഡീസാണ് അയഡം, സാനിക്കുല, ട്യൂബർക്കുലിനൊക്കെ. പിന്നെ ഫേസ് നോക്കുമ്പോൾ എപ്പോഴും ഒരു ബ്ലൂ റിങ്സ് അറൗണ്ട് ഐസ് കാണും. പിന്നെ അതുപോലെ തന്നെ ഫേസ് വിൽ ബി ലൈക്ക് ഓൾഡ് മാൻ ലുക്കിംഗ് ഫേസ് ആയിരിക്കും. പെയിൽ റിങ്കിൾഡ് ടൈപ്പ് ഓഫ് ഫേസ് കണ്ടില്ലേ, ഒരു ഓൾഡ് മാൻ ടൈപ്പ് ഓഫ് ഫേസ് ആണ്, ഒരു റിങ്കിൾഡ് ഓൾഡ് ലുക്കിംഗ് ഫേസ് ആയിരിക്കും. പിന്നെ ചൈൽഡിൽ പറയുമ്പോഴത്തേക്ക് മെൻ്റൽ സിംറ്റംസ് എന്ന് പറയുന്നത് ചൈൽഡ് വിൽ ബി വെരി ഇറിറ്റബിൾ. ഓക്കെ, ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു ബോയ് അങ്ങനെ കൺസിഡർ ചെയ്യുക. ചൈൽഡ് ഇൻഹ്യൂമൻ ആയിരിക്കും, വുഡ് ലൈക്ക് ടു ഡു സംതിങ് ക്രൂവൽ, ഇറിറ്റബിൾ, ക്രോസ്, ഡിസ്പണ്ടൻറ്റ്, വയലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും. ഇൽ നേച്ചേർഡ് ആയിരിക്കും കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹെഡ് ആൻഡ് ഫേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൾഡ് മാൻ ലുക്കിംഗ് ഫേസ്, ദർ വിൽ ബി വ്രിങ്ക്ലിംഗ്. ഓക്കെ, അതെല്ലാം നമ്മൾ നെക്ക് സിംറ്റംസ് നോക്കുമ്പോൾ നെക്കിൽ നമ്മൾ എത്തൂസയായിട്ടാണ് അവിടെ കമ്പാരിസൺ വരുന്നത്. ആൻഡ് എത്തൂസ ദർ ഇസ് ഓൾസോ മെറാസ്മസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മെറാസ്മസ് നമ്മൾ രണ്ട് മെഡിസിനും വരുന്നു, അബ്രോട്ടാനവും വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്തൂസയും വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഹെഡ് വീക്ക് ആൻഡ് കനോട്ട് ഹോൾഡ് ഇറ്റ് അപ്പ്. ഓക്കെ, നെക്കിൽ നമുക്ക് ആ ഒരു ഹെഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്ക് ഈസ് വെരി തിൻ ആൻഡ് വീക്ക് ആൻഡ് കനോട്ട് ഹോൾഡ് ദ ഹെഡ് അപ്പ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഫേസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഇനി GIT പറയുമ്പോൾ റാവനസ് അപ്പറ്റൈറ്റ്, ലൂസിങ് ഫ്ലെഷ് വൈൽ ഈറ്റിംഗ് വെൽ. ദേ ആർ ഈറ്റിംഗ് വെൽ ബട്ട് ദേ ആർ ലൂസിങ് ദെയർ ഫ്ലെഷ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതിന് കമ്പയറിങ് മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡം വരുന്നുണ്ട്, ദെൻ നാട്രമ്യൂർ, സാനിക്കുല ആൻഡ് ട്യൂബർക്കുലം. ഐഡം, നാട്രമ്യൂർ, സാനിക്കുല, ട്യൂബർക്കുലം along with abrotanum. Then GIT there will be an alternating symptom ഉണ്ട്. ഏത് രണ്ട് സിംറ്റംസ് ഓൾട്ടർനേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. കോൺസ്റ്റിപ്പേഷൻ ഓൾട്ടർനേറ്റ് വിത്ത് ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ ഓൾട്ടർനേറ്റ് വിത്ത് ഡയേറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, C and D ഓൾട്ടർനേറ്റ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ റുമാറ്റിസവുമായിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് സിംറ്റം വരുന്നുണ്ട്, റുമാറ്റിസം ഓൾട്ടർനേറ്റ് വിത്ത് ഹെമറോയിഡ്. ഇപ്പോൾ GIT വരുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. GIT സിസ്റ്റത്തിൽ രണ്ട് ഓൾട്ടർനേറ്റിംഗ് വരുന്നു എന്ന് ഓർത്തിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ ആൻഡ് ഓൾസോ ഹെമറോയിഡ്സ് ഓൾട്ടർനേറ്റ് വിത്ത് റുമാറ്റിസം. ഇൻ ദ കേസ് ഓഫ് റുമാറ്റിസം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജോയിൻറ്റ് ഭയങ്കര സ്റ്റിഫായിരിക്കും, സ്വെല്ലൻ വിത്ത് പ്രിക്കി സെൻസേഷൻ, ബ്രിസ്റ്റ് ആൻഡ് ആങ്കിൾ ജോയിൻറ്റ്സ് പെയിൻഫുൾ ആൻഡ് ഇൻഫ്ലെയിംഡ്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് റുമാറ്റിസം ദർ ഇസ് എക്സസീവ് പെയിൻ ബിഫോർ ദ സ്വെല്ലിംഗ് കമൻസസ്. ബിഫോർ ദ സ്വെല്ലിംഗ് ദർ വിൽ ബി പെയിൻ. In the case of rheumatism, first there will be pain, then only the swelling will be present. അത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എവിടെയാണ് പെയിൻഫുൾ ആൻഡ് ഇൻഫ്ലെയിംഡ് ആണ്, ബ്രസ്റ്റും അതുപോലെ തന്നെ ആങ്കിളും. നമ്മൾ മെറാസ്മസിൻ്റെ കാര്യം പറഞ്ഞു, ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് മെറാസ്മസ്. അതിന് കമ്പയറിങ് മെഡിസിൻസ് ഐഡം, സാനിക്കുല, ട്യൂബർക്കുലം. അത് ഫിനോട്ടിലില്ല, അതൊക്കെ ബോറിക് സിംറ്റംസ് ആണ്. പിന്നെ പറയേണ്ടത് ഫീവർ. നമുക്കറിയാം ഫീവർ ജനറലി ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും, പ്രോസ്ട്രേഷൻ ആയിരിക്കും, ഒരു ഹെക്റ്റിക് ഫീവർ ആയിരിക്കും. ഇൻ ദ ചിൽഡ്രൻ ദിസ് വിൽ ബി സീൻ ആൻഡ് അൺഏബിൾ ടു സ്റ്റാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നെക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, വീക്ക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഫീവർ ദർ വിൽ ബി ഹെക്റ്റിക് ഫീവർ ആൻഡ് ദിസ് വിൽ ബി സീൻ ഇൻ ദ കേസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അൺഏബിൾ ടു സ്റ്റാൻഡ്. ഓക്കെ, അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു സിംറ്റമാണ് ഇമ്പയർഡ് ന്യൂട്രീഷൻ, ഡിഫക്റ്റീവ് ഡൈജഷൻ, ഇമ്പയർഡ് അസിമിലേഷൻ ആൻഡ് അബ്സോർഷൻ. അപ്പം അസിമിലേഷനെ അബ്സോർഷൻ്റെയൊക്കെ പ്രശ്നവും അബ്രോട്ടാനത്തിൽ പറയുന്നുണ്ട്. ആൻഡ് മരാസ്മസ്, ഇമാസിയേഷൻ എസ്പെഷ്യലി ഓഫ് ലോവർ എക്സ്ട്രിമിറ്റി. സ്കിന്നിൽ ചിൽബ്ലെയിൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്, ലൈക്ക് അഗാരിക്കസ്. ഈ ഇമ്പയർഡ് ന്യൂട്രീഷൻ, ഡിഫക്റ്റീവ് ഡൈജഷൻ, ഇമ്പയർഡ് അസിമിലേഷൻ ഓഫ് അബ്സോർഷൻ ഒക്കെ എന്ന് പറയുന്നത് ബോറിക് സിംറ്റംസ് ആണ്.
ഇനി റിലേഷൻ പാർട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, അത് നമുക്ക് PG ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ആഫ്റ്റർ ഹെപ്പാർ ഇൻ ദ ഫെറങ്കിൾ ആൻഡ് ആഫ്റ്റർ അക്വനേറ്റ് ആൻഡ് ബ്രയോണി ഇൻ പ്ലൂറസി, വെൻ എ പ്രസിംഗ് സെൻസേഷൻ റിമൈൻസ് ഇൻ ദ അഫക്റ്റഡ് സൈഡ് ഇംപെൻഡിങ് ദ റെസ്പിറേഷൻ. അപ്പം ആഫ്റ്റർ ഹെപ്പാർ ഇൻ ദ ഫെറങ്കിൾ വി ക്യാൻ ഗീവ് അബ്രോട്ടാനം ആൻഡ് ആഫ്റ്റർ അക്വനേറ്റ് ആൻഡ് ബ്രയോണിയ ഇൻ പ്ലൂറസി. അപ്പോൾ ഇത് ഓർത്തിരിക്കാം, ആഫ്റ്റർ അക്വനേറ്റ് ആൻഡ് ബ്രയോണി in pleurisy and after hepar in the pharyngeal. After all this medicine we can give what? Abrotanum. ഓക്കെ, സദേൺ വുഡിൻ്റെ കാര്യം നമുക്കറിയാം, ലോവർ എക്സ്ട്രീമിറ്റീസിലാണ് വീക്ക്നെസ് വരുന്നത്. റാവ്നസ്, അപ്പറ്റൈറ്റ് കാര്യം പറഞ്ഞു, പിന്നെ ഓൾട്ടർനേറ്റിംഗ് സിംറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഡറിൽ നമ്മൾ ഓർത്തിരിക്കാൻ നോക്കുക. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അബ്രോട്ടാനം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് മെഡിസിൻ പറയുന്നത്.